ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന സാധനത്തിനകത്ത് ഒന്നൊന്നിനെ തിന്നുന്ന രീതിയിൽ ലോകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ദൈവത്തിനെ അടിച്ച് കൊല്ലും ഞാൻ. അത്രേ എനിക്ക് പറയാം. കാരണം ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ ഉണ്ടാക്കേണ്ട വിവരമില്ലായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. അപ്പോൾ വിവരമുള്ള ഒരു ദൈവത്തിനെ ഈ ലോകത്തൊന്നും ഉൽപ്പാദിപ്പിക്കാനൊക്കത്തില്ല. ലോകം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ വിവരക്കേടിൻ്റെ കൂത്തരങ്ങ്. പുല്ല് തിന്നുന്ന ആട്, ആടിനെ തിന്നുന്ന കടുവ, കടുവയെ തല്ലിക്കൊല്ലുന്ന മനുഷ്യനുമൊക്കെ ആയിട്ട് ഈ ലോകം വല്ലവർക്കും ഉണ്ട്. വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വേനേരം ഉണ്ടാക്കത്തില്ല. ഇനി ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ തെറ്റിപ്പറ്റുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. നമുക്ക് തന്നെ അറിയാവുന്ന ചരിത്രത്തിനകത്ത് 5000 കൊല്ലമായിട്ട് ഇത് തന്നെ ഉണ്ടായിരുന്നു. ഇനി തൻ്റെ തന്നെ ജീവിതത്തിനകത്ത് എടുത്താൽ ഒരു 25 വർഷമായിട്ട് താൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ചോറെല്ലാം. വല്ല കാര്യമുണ്ടോ? വേറെ നെല്ലാകേണ്ട അതെല്ലാം നമ്മൾ വേവിച്ച് തിന്നേണ്ടി വരുന്നത്. എന്തൊരു ചെയ്ത്താടോ, വിവരം വേണ്ടിടോ ഈ ചെയ്തതാണെങ്കിൽ. അതേസമയത്ത് അങ്ങനെയല്ല, ഇത് മാറി തുടരുന്നതാണെന്ന് പഠിച്ചാൽ ഇതെങ്ങനെ ഇങ്ങനെ ആയെന്നോ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ജീവിക്കണേ കഴിക്കണ്ടേ? ആ ജീവികളെ കഴിക്കാം. കാര്യമുണ്ട്, അങ്ങനെയാണ് രൂപപ്പെട്ടത്. അല്ലാതെ അതിനകത്ത് ഇത് വിവരമുള്ള ദൈവം ഉണ്ടാക്കിയാലും ഞാനും സാർ അതിൻ്റെ അകത്ത് ഇപ്പം സാറ് പറഞ്ഞത് സെയിം പോയിന്റ്, കഴിക്കുന്നു ഇതെല്ലാം തിന്നുന്നു. പക്ഷെ അതിന്റെ മുകളിൽ ഞാൻ ദൈവം ഇത് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. താൻ ദൈവത്തിനെ ഉണ്ടാക്കിയാൽ വിവരം കെട്ട ദൈവത്തിനെ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. എന്താ ദൈവത്തിന് വിവരം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിലാണ് ഈ ലോകം നിൽക്കുന്നത്. അത് ദൈവം, ഞാൻ പറയട്ടെ, ദൈവം ഉപജീവനം അല്ലെങ്കിൽ കഴിക്കുന്നതിന് കൃത്യമായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ ഏതെങ്കിലും മനുഷ്യനെ കഴിക്കുന്നതൊക്കെ പറയുന്ന വെറും അസംബന്ധങ്ങളായിട്ടുള്ള ഖുർആൻ ആണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഏത് ഗ്രന്ഥമാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ല അല്ലെങ്കിൽ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ അടിച്ചു കൂട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ട്? ഈ മുഴുവൻ അപ്പൊ ഇതൊക്കെ നല്ലതല്ല. ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഭഗവത്ഗീത ആയാലും ബൈബിൾ ആയാലും ഖുർആൻ ആയാലും മറ്റുള്ളവരെ പറയുന്നത്, ഒരാളെ കൊല്ലാൻ പറയുന്നത് എവിടെയാ? മുഴുവൻ സ്ഥലത്ത് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ, വിശ്വാസം വിട്ട ആൾക്കാരെ ഒക്കെ കൊല്ലാൻ പറയും. ഏത്? ഖുർആനിലോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം വിട്ടിട്ട് പോയാൽ, ഞാൻ വിശ്വാസിയായിരുന്നവൻ വിട്ടുപോയാൽ അവനെ കാച്ചും. അവനെ കാച്ചാനെന്ന് പറയുന്നതായിട്ട് എനിക്ക് വായിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവരോട് ചോദിക്കണ്ട. കൊന്നവനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൊന്നവനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുന്നതിനെ പറ്റി ആലോചിച്ചുകൂടാ. കൊല്ലുന്ന ലോകം എന്തിനാടോ ഉണ്ടാക്കിയേ? ഒന്നൊന്നിനെ കൊല്ലുന്ന ലോകം എന്തിനാ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ചോദ്യം. കൊന്നു തിന്നുന്ന ലോകം ഉണ്ടായത് താനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഉണ്ടാക്കിയവനാണെങ്കിൽ വിവരമില്ലാത്ത ദൈവമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. കാരണം വിവരം അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന ദൈവം കൂടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്നേ ഈ പണി നിർത്തിയാൽ. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പോഴും ഞാനൊരു ചോദ്യം, കൊള്ളാവുന്ന ദൈവത്തിനെ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ കൊള്ളാവുന്ന ദൈവമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതിനകത്ത്. ഞാൻ പറഞ്ഞു ഇയാളുടെ വിശ്വാസത്തിനെ ഞാൻ മാറ്റാനായിട്ടല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ ഡിസ്കഷനകത്ത് നിൽക്കുന്നുണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇയാൾ മാറണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല.